പാലിലല്ലോ കുഴപ്പമുണ്ടോ? ചേച്ചി പാല് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡ് ടൂറ് പോയിരിക്കുക. പിന്നെ ഇവിടെ ആരാ പാല് കുടിക്കാനുള്ളത്? അതുകൊണ്ടാ. ഇനിയിപ്പോ വേണ്ട. എന്നാ ശരി. ഹലോ ചന്ദ്രേട്ടാ. ആ എവിടാടോ താൻ? ജീവനോടെ ഇരിപ്പുണ്ടോ? ചന്ദ്രേട്ടൻ ഒരു പണി ഏൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നത് എങ്ങനെയാ? അതാ ഞാൻ. അപ്പൊ ചൂണ്ടയില് മീൻ കൊത്തിയെന്ന് സാരം. ഇനിയിപ്പോ വലിച്ച് കരയിലോട്ടിട്ടാ മതിയല്ലോ. അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ. വളഞ്ഞിരിക്കുകയാണ്. ഇനി കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ സംഭവം നടക്കും. പക്ഷെ ശാന്തനുവേ, നീ സൂക്ഷിക്കണം. എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം അങ്ങോട്ട് തീരാൻ. അറിയാൻ ചന്ദ്രേട്ടൻ, അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കും. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് ഞാൻ കളി അവസാനിപ്പിക്കും. എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട. ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം. ശരി ചന്ദ്രേട്ടൻ, ഓക്കെ ബൈ. എന്ത് പറ്റി സാർ? നമ്മളൊക്കെ എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ആ പുന്നാര മോൻ നമ്മുടെ മുന്നിൽ കൂടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മോഷണ കേസിൽ പരാതിയില്ലെങ്കിൽ പിന്നെ കേസെടുക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എരയെ പത്തി നോക്കി അടിക്കുക, അതാണ് അവൻ്റെ ഒരു ലൈൻ. സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ്, അതുമല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ്. ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവ് കേസും പുകാറായിട്ട് പോവാതിരിക്കാൻ വേറെ വല്ല കാരണം വേണോ? അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളെങ്കിലും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി ഇട്ടിച്ച് കൈയുടെ തരിപ്പ് തീർക്കായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാ അവനെ പിടിക്കാൻ അപ്പൊ ഒരു വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്. ഗാംബ്ലിംഗ്. എരയെ വേട്ടക്കാരന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന പക്കാ ഗാംബ്ലിംഗ്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും പേടിയുണ്ടായിട്ടാണോ രാത്രി എന്റെ മതിൽ ചാടിക്കിടന്നത്? പത്തായത്തി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കിടക്കും. സത്യം. വൈൻ കുടിക്കില്ലേ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ക്രിസ്ത്യാനിയായോ? പൂണൂലൊക്കെ എന്നേ അഴിച്ചതാ. പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പേരും പറഞ്ഞു വിളിക്കുന്നത്. അപ്പോ ഏത് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാര അടിക്കാനും മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും.
സാരമില്ല, ഞാൻ എടുത്തു വെക്കാം. അങ്ങേര് വന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവേ. ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ. ഓ ശരി മാഡം. ഗുഡ് ബോയ്. ദേ ഇതുകൂടി. ഈശോയെ, എന്തു പറ്റി? ഇത് വലിയ വില കൂടിയ പൊന്നുംകുരിശ, ആന്റിക് പീസ്. തോമസ് ലേ കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നുംകുരിശ. പുള്ളിക്കാരന്റെ കളക്ഷനാ. എന്നിട്ടാണോ ഇങ്ങനെ ചുമ്മാ രൂപക്കുട്ടി വെച്ചേക്കുന്നത്? ഏയ്, ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ, വിലയും കൊടുക്കത്തില്ല. ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത് ലോക്കറിൽ വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. നീ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ശാന്തനു, നീ എവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഞാൻ വെറുതെ. നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിലയക്ക്. വേണ്ട വേണ്ട വേണ്ട, മെയിൽ മതി, അതാ സേഫ്. ഓക്കെ, മെയിൽ ഐ ഡി എന്താ? risa1983@gmail.com. risa1983@gmail.com. അതെ, എന്താടാ? ആ, സെപ്റ്റംബർ 1, 1983. സെപ്റ്റംബർ 1919. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒന്നുമില്ല, നീ പോയി കിടന്നു. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്. ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. സമാധാനം പോവാനേ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതിപ്പോ 5ാമത്തെ ഇൻസിഡന്റാ, അതും 6 മാസത്തിനുള്ളിൽ. നല്ല പ്രഷറുണ്ട്. നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ? കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ. പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ? അതൊക്കെ ശരിയാ, കേസാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ക്രൈം നടന്നുകൊണ്ടിരിക്കല്ലേ. എൻക്വയറി ആണെങ്കിൽ എങ്ങും എത്തുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും തോറ്റു പിന്മാറാൻ ഞാനില്ല. എവിടെന്നെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. നോക്കിയിരുന്നോ, അപ്പോഴേക്കും അവൻ രാജ്യം വിട്ടു കാണും. എല്ലായിടത്തും ഈ ഭാര്യമാരെ പ്രശ്നം. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ അടക്കമുള്ള പെണ്ണുങ്ങളുടെ വിചാരി ഭർത്താക്കന്മാരൊക്കെ പോങ്ങന്മാരാണെന്നാ. അതാണ് കണ്ടവന്മാരൊക്കെ പിന്നാലെ നടന്നിട്ട് പോയി പ്രശ്നങ്ങളിൽ ചാടുന്നത്. ഓഹോ, അപ്പൊ ഞാൻ ആ ടൈപ്പാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്നെ സംശയമാണല്ലോ. എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കൂ? നീ എന്റെ പൊന്നല്ലേ.
കൂടുതൽ സോപ്പൊന്നും വേണ്ട. കാര്യം കാണാൻ അങ്ങോട്ട് വാ, അപ്പൊ ശരിയാക്കി തരാം. അല്ല, ഞാൻ പറയട്ടെ. അടുത്ത കുരിശ്. വാതില് തുറക്ക്, വാതില് തുറക്ക്. വാ. അല്ല, ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചേ? ആവശ്യം എൻ്റെ ആയി പോയില്ലേ? നീ അങ്ങനെ ഒരു പണി തന്നിട്ടാണല്ലോ പോയത്. അത് പിന്നെ എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? അത് എന്റെ മുമ്പിൽ പറതിട്ട് അടക്കേണ്ടതാ ഇപ്പൊ എന്റെ സിറ്റുവേഷൻ. ദേഹത്ത് പാട് വീഴാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അതായിരുന്നോ? എന്താ? ട്രീസിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? കേട്ടിട്ടില്ലേ, ലവ് ബൈറ്റ്സ്? നിന്റെ ഒരു ലവ് ബൈറ്റ്സ്, അത് എന്റെ സംശയരോഗത്തെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ? അതിനിടയ്ക്ക് എന്റെ അരഞ്ഞാണാണെങ്കിൽ കാണുന്നുമില്ല. അറിയാനും കാണുന്നില്ലേ? അതവിടെ പോയി. എനിക്കറിയില്ല, ഞാൻ ഇന്നാ ശ്രദ്ധിച്ചേ. തോമസ് അറിയുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരെണ്ണം വാങ്ങിയിടണം. അതിന് നീ എന്നൊന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാ? എന്റെ അടുത്ത് അവിടുന്ന് ഇത്രയും പൈസ? ഞാൻ നിന്നോട് ഇപ്പൊ പൈസ ചോദിച്ചോ? നീ അന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നില്ലേ? അത് നീ മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ. നീ ആ ഫോട്ടോസ് ഒന്ന് അയക്കേ. അതിലെ ഡിസൈൻ നോക്കിയിട്ട് ഞാൻ അതേപോലെ ചെയ്യിച്ചോളാം. അത്രേ ഉള്ളൂ. അതെപ്പോ ചെയ്യുന്ന ചോദിച്ചാ പോരെ? എന്നാ ഒന്ന് വേഗം ചെയ്യ്. ഒരു മിനിറ്റ്, ഇപ്പൊ ചെയ്തു തരാം. അറ്റാച്ച്, സെൻഡ്, ഡൺ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, ആ? ഇനി എപ്പോ കാണും? അതിയാനെ മേപ്പോട്ട് വിളിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അയാളുടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ? കാറ്റ് പോവാനോ? ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചത്. അല്ല. അങ്ങനെയാണെങ്കിൽ എന്നും ടൂറിലായിരിക്കുമല്ലോ. അല്ല, അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും എനിക്ക് എന്റെ ചക്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.